ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ടൈൽസ്. ഇറ്റ്സ് മീ അൽഷിഫ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ എന്നൊക്കെ പറയാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട് 2026 എഴുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. കുറച്ച് ഡിസൈനൊക്കെ വരുത്തിയാണ് ഞാൻ എഴുതിയേക്കുന്നത്. എന്നെ ബ്ലറാക്കി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ്, അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ഞാനാണെങ്കിൽ എൻ്റെ ചാനലിൽ വരുന്ന മാറ്റങ്ങൾ എഴുതാൻ വേണ്ടി ഒരു പേപ്പറിനകത്ത് ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ്. അത് നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നുമില്ല, എനിക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ്. എന്തിനാ ഇത് വീഡിയോ എടുത്തതെന്ന് അറിയത്തില്ല, ചുമ്മാ വീഡിയോ എടുത്തതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ എഴുതിയതാണ്. ഇത് എനിക്ക് സങ്കടം വരുമ്പോൾ എഴുതുന്നു, എന്നിട്ട് വലിച്ചേറി കളയുന്നു. കാര്യം എൻ്റെ ഡയറി പെർമനൻ്റ് ആയിട്ടിരിക്കത്തില്ല. ഇതിൻ്റെ വേറൊരു ഡയറിയാണ്. ഇതിനകത്ത് ഞാൻ ബുള്ളറ്റ് ജേർണൽ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഞാൻ 8ലെ വെക്കേഷന് മൊത്തം ഇരുന്ന് സ്റ്റഡി പ്ലാനറും ഓരോ മന്തിനെ ബേസ് ചെയ്ത് ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്ത് വെച്ചാണ്. അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതൊന്നും ഞാൻ വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു 2 മന്ത് ഞാൻ ഏപ്രിലും മെയ്യും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ആ ഒരു മന്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെയായിരുന്നു ആ മന്തെന്നൊക്കെ അറിയാൻ വേണ്ടി ഈ സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇത് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇതാണ് ഇതിനകത്തുള്ളത്. സ്റ്റഡി പ്ലാനറും ഉണ്ട്. സ്റ്റഡി പ്ലാനറിനകത്ത് ഇങ്ങനെ ഒരു കലണ്ടർ പോലെ തന്നെ പ്ലാൻ ചെയ്യാനുള്ള സംഭവങ്ങൾ, അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, അതേപോലെ തന്നെ ഓരോ വർക്കുകളൊക്കെ ചെയ്യാൻ കാണുമല്ലോ, അതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു പോകുമെന്നും പറഞ്ഞ് വരച്ചിട്ടുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതൊന്നും ഞാൻ തൊട്ടിട്ട് പോലുമില്ല ഇതുവരെയും. ഇത് ഡിസംബറിലെ പ്ലാനർ ആണ്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ എന്തൊക്കെയാണ് ആ ഒരു ഡേറ്റിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിടാം. എന്നിട്ട് പിന്നെ എക്സാം ഉള്ള മന്തല്ലേ ഡിസംബർ, അപ്പോൾ അവിടുത്തെ എക്സാം ടൈം, എക്സാം പോർഷൻസൊക്കെ എഴുതാം. പിന്നെ മൂഡ് ട്രാക്കറുണ്ട്. മൂഡ് ട്രാക്കർ പല രീതിയിലുള്ള പടങ്ങളൊക്കെ വരച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കളറിനനുസരിച്ച് കൊടുക്കുക. ഈ ഒരു മൂഡിന് ഈ കളറെന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ അത് ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ട്. ടു ഡു ലിസ്റ്റിനകത്ത് ഓരോ ദിവസവും ചെയ്യേണ്ട സമയം അനുസരിച്ച് ഇങ്ങനെ ടൈം മാനേജ് ചെയ്ത് എഴുതുന്നതാണ്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ. അതേപോലെ താങ്ക്സ് ടു എവരിവൺ. ഞാൻ യൂട്യൂബ് നിർത്താൻ വന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞ് നിർത്തല്ലേ എന്ന്. അത്രയും പേര് നിർത്തുമെന്നൊന്നും വിചാരിച്ചില്ല. അതായത് ഒരാളെങ്കിലും അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ 3-4 പേര് അങ്ങനെ പറഞ്ഞ്. നിങ്ങളോട് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ പിൻട്രസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു നടുക്കുള്ള പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ സംഭവം വരും. അപ്പോൾ നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ഞെക്കണം. എന്നിട്ടാണെങ്കിൽ സെർച്ച് ബാർ പോലെ വരും. അപ്പോൾ പിൻട്രസ്റ്റിലുള്ള തന്നെ കുറേ ഫോട്ടോസ് വരും. അപ്പോൾ ഞാൻ 2026 എന്നാണ് അടിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു പിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പിക്കാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഒരു കട്ടൗട്ട് പോലെയൊക്കെ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇത് ആഡാവും. ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. വേറെ കളർ വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാൻ ഇഷ്ടമുള്ള പോലെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നടുക്കായിട്ട് ഇങ്ങനെ വെക്കുവാണ്. ഫസ്റ്റ് ഞാൻ A+ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഇമേജ് വരും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് വെക്കുന്ന പോലെ, സാധാരണ വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ചാൽ മതി. അത് തന്നെ അങ്ങനെ എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് സെർച്ച് ചെയ്യുന്ന ക്രിയേറ്റർ എന്നാണ്. അങ്ങനെ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് അടിച്ച് നോക്കുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ അടിക്കുന്നത്. കണ്ടൻറ് ക്രിയേഷൻ അടിച്ചപ്പോൾ യൂട്യൂബിൻ്റെ സംഭവം വന്ന് അത് നമ്മൾ അതിനകത്ത് വെച്ചു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടൗട്ട് പോലെ സംഭവം കിട്ടും ഇന്ന് സ്റ്റിക്കേഴ്സൊക്കെ. അപ്പം അത് ഞാനിങ്ങനെ ആഡ് ചെയ്ത് സൈഡിലായിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോരുത്തരുടെ അടിയിലിങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ അടിയിലും മേളിലുമായിട്ട് ഇങ്ങനെ പിക്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ അമക്കി പിടിച്ചിട്ട് മേളിലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആവാൻ പറ്റും. അങ്ങനെ ആകും.
ഗൈസ് നമ്മുടെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. എന്നിട്ട് നെക്സ്റ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ സേവിങ് എന്നും പറഞ്ഞ് കാണിക്കും. എന്നിട്ട് ആ ക്രിയേറ്റിൽ ഞെക്കി കഴിഞ്ഞാൽ പ്രൊഫൈലിലോട്ട് സേവ് ആവും. എന്നിട്ട് പ്രൊഫൈലിലോട്ട് ചെന്നിട്ട് നമ്മൾ കൊളാഷസ് എന്ന് പറഞ്ഞ കിടപ്പില്ലേ, അവിടോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ഇമേജ് അതിനകത്തോട്ട് എന്നിട്ട് ആ 3 ഡോട്ടിൽ ഞെക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് എന്നും പറഞ്ഞാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുക സംഭവം. ഒരു ന്യൂ ഇയർ ആകുമ്പോൾ ഒരു പുതുമയോടെ വെൽക്കം ചെയ്യണമെന്നാണല്ലോ, അതുകൊണ്ട് നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കാൻ ഞാൻ തുണിയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.